ക്രിസ്മസ് ആഘോഷം എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് കേക്കുകൾ, ക്രിസ്മസ് ട്രീ, വർണ്ണാഭമായ ദീപ അലങ്കാരം, കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം, പുതു വസ്ത്രങ്ങൾ. എങ്ങനെയാണ് ഈ ക്രിസ്മസ് ആഘോഷപൂർവ്വമായി തീർന്നത്? നമുക്ക് നോക്കാം. ഞാൻ പാസ്റ്റർ ജോസ് പ്രകാശ്, ഈഡൻ ടി വിക്ക് വേണ്ടി. നമുക്ക് ക്രിസ്മസിൻ്റെ ചരിത്രത്തിലേക്ക് അല്പം പോകാം. ചരിത്രം നാം പുറകിലോട്ട് പഠിക്കുമ്പോൾ തണുപ്പുള്ളതായ രാജ്യങ്ങളിൽ ഡിസംബർ 21 മുതൽ ഏകദേശം ജനുവരി 15 വരെയുള്ളതായ ആ കാലഘട്ടങ്ങളിൽ അവർ സൂര്യനെ കാണുന്നത് വളരെ ആർത്തിയോടുകൂടെയാണ്. കാരണം തണുപ്പിനെ അകറ്റുവാൻ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചതായ ഏറ്റവും നല്ല മാർഗം സൂര്യൻ തന്നെയാണ്. അപ്പോൾ ഈ സൂര്യൻ്റെ കാഴ്ചയെ അവർ ആഘോഷപൂർവ്വമായി കൊണ്ടാടുക പതിവായിരുന്നു. എന്നാൽ പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ കാലഘട്ടത്തിൽ മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ ഇല്ലാതെ വരുന്നതായ സമയത്ത് അവർ അവരുടെ കൃഷിക്ക് ആവശ്യമായി വളർത്തുന്നതായ മൃഗങ്ങളെ കൊല്ലുകയും ആ മൃഗത്തിൻ്റെ ഇറച്ചി അവരുടെ അയൽക്കാർക്കും അവരുടെ വീട്ടുകാർക്കും സന്തോഷപൂർവ്വമായി അവർ കൈമാറുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ തണുപ്പുള്ളതായ കാലഘട്ടം അവർക്കൊരു ആഘോഷമായി കൊണ്ടാടുന്നതായ ഒരു കാലഘട്ടമായി തീർന്നു. എന്നാൽ ചരിത്രത്തിൻ്റെ ഏടുകൾ നാം വീണ്ടും പരിശോധിക്കുമ്പോൾ റോമിൽ സാറ്റൻ എന്ന് പറയുന്നതായ ഒരു ദൈവത്തെ, അഥവാ കൃഷിക്ക് ആവശ്യമായ വെളിച്ചവും ഊർജവും നൽകുന്ന സൂര്യദേവനെ ജനം ആരാധിക്കുവാനും ആ ദൈവത്തിൻ്റെ ജന്മദിനം ഡിസംബർ 25 കൊണ്ടാടാനും അവർ തീരുമാനിക്കുകയും അത് കാലാകാലങ്ങളോളം അത് ഇങ്ങനെ ആവർത്തിച്ച് വരികയും ചെയ്യുകയായിരുന്നു. ഡിസംബർ 25 നാം വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ തമ്മൂസ് എന്നും അതുപോലെ തന്നെ ചരിത്രത്തിൽ മിത്രായിസം എന്ന് പറയുന്നതായ ഒരു റിലീജിയസ് സെക്ട് ഉണ്ട്. ഈ പഠനങ്ങളും ഈ ആചാരങ്ങളുമൊക്കെ ക്രിസ്മസുമായി പിൽക്കാലത്ത് ബന്ധപ്പെടുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. വേദപുസ്തകത്തിൽ യെഹെസ്കേലിൻ്റെ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിൽക്കൽ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ തമ്മൂസിനെക്കുറിച്ച് കരഞ്ഞും കൊണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ഇടയിലും ഇത്തരത്തിൽ തമ്മൂസിനെക്കുറിച്ച് വിലപിക്കുകയും കരയുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ ഒരു പതിവ് ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. പ്രത്യേകിച്ച് യിരെമ്യാവിൻ്റെ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: എനിക്ക് കോപം വരത്തക്കവണ്ണം അവർ ആകാശ രാജ്ഞിക്ക് അപ്പം ചുടേണ്ടതിനും അന്യദേവന്മാർക്ക് പാനീയ ബലി പകരേണ്ടതിനും മക്കൾ വിറക് പറക്കുകയും അപ്പന്മാർ തീ കത്തിക്കുകയും സ്ത്രീകൾ മാവ് കുഴയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ഒരു മറയാക്കി ദൈവ ആലയത്തിൽ തന്നെ അന്യ ദൈവ ആരാധന കൊണ്ടു നടന്നതായ ഒരു ചരിത്രം വേദപുസ്തകം പറയുന്നു. ഇന്ന് നാം ആത്മീയ ഗോളത്തിൽ നോക്കിയാൽ ദൈവ മക്കൾ എന്ന് പറയുന്നവർ അനേകർ അത് ഒരു മറയാക്കി അന്യ ദേവ ആരാധനകളും ആഘോഷങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. 4-ാം നൂറ്റാണ്ടിൽ അഥവാ ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ സഭ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം കൊണ്ടാടുവാൻ തീരുമാനിച്ചു. നാം ചരിത്രം അറിയാവുന്നവർക്ക് മനസ്സിലാകുന്നത് കുസ്തന്തിനോസ് എന്ന് പറയുന്നതായ ഒരു ചക്രവർത്തി ക്രിസ്ത്യാനി ആയി തീരുകയും ക്രിസ്ത്യാനിത്വത്തെ ഔദ്യോഗിക റോമ മതമായി അംഗീകരിക്കുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്ത്യാനികളുടെ ആഘോഷം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തമ്മൂസിൻ്റെയും മിത്രായിസത്തിൻ്റെയും ആഘോഷ ദിവസമായ ഡിസംബർ 25-ാം തീയതി അവർ പരസ്യപ്പെടുത്തുകയും ആ ദിവസം മുതൽ എല്ലാ വർഷവും ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുവാൻ തക്കവണ്ണം തുടങ്ങുകയും ചെയ്തു. ഇതിൻ്റെ ചരിത്ര ഏടുകളിൽ ഏറ്റവും ആദ്യം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ഈജിപ്തിൽ 426 AD അവർ
ഡിസംബർ 25 ക്രിസ്മസ് ആചരിച്ചു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവ് യേശു ക്രിസ്തു ജനിച്ച് ഏകദേശം 400 വർഷം പിന്നിടുമ്പോഴാണ് ഈ ക്രിസ്മസ് എന്നതായ ഒരു ആശയം ക്രിസ്ത്യാനികളുടെ മനസ്സിൽ രൂപം കൊള്ളുകയും ജാതികളെ പോലെ ആഘോഷിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തത്. ഈ ചരിത്രം നാം അല്പം പിന്നോട്ട് നോക്കുകയാണ് എങ്കിൽ ഇസ്രായേലിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ ജനത്തെ നയിച്ചിരുന്നതായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം ഒരുമിച്ചുകൂടി ദൈവത്തോട് പറഞ്ഞു, മറ്റു രാജ്യങ്ങളെ രാജാക്കന്മാർ ഭരിക്കുന്നത് പോലെ ഞങ്ങൾക്കും ഞങ്ങളെ ഭരിക്കുവാൻ ഒരു രാജാവ് വേണം. അപ്പോൾ ശമൂവേൽ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇങ്ങനൊരു സംഭവമുണ്ട്, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ദൈവം പറഞ്ഞു, അവർ നിന്നോടല്ല മത്സരിക്കുന്നത്, അവർ എന്നോടാണ് മത്സരിക്കുന്നത്. അവർ പറയുന്നതിനനുസരിച്ച് നീ അവർക്ക് ഒരു രാജാവിനെ നൽകണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇസ്രായേലിന് ആദ്യമായി ഒരു രാജാവ് ഉണ്ടാകുന്നത്. നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായ ഒരുപാട് കാര്യങ്ങളെ ജനം ആവശ്യപ്പെടുകയും അവരുടെ പിറുപിറുപ്പും അവരുടെ നിർബന്ധവും കാരണം ദൈവം പലപ്പോഴും പല കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. അത് ജാതീയമായ രീതിയിൽ ആഘോഷപൂർവമായി കൊണ്ടാടുമ്പോൾ പലപ്പോഴും അത് നന്മയേക്കാൾ ഏറെ തിന്മയാണ് വന്നു ഭവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. ക്രിസ്മസിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നതായ ചില സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ചരിത്രം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ക്രിസ്മസ് കരോൾ സിംഗിങ്. നാം രാത്രി കാലങ്ങളിൽ സഭയിലുള്ളതായ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഡ്രമ്മും പെട്രോൾ മാക്സും പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. ക്രിസ്മസ് ഫാദർ, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളോടും കൂടെ ഒരു കൂട്ടം ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ഓരോ വീടുകൾ തോറും ചില പാട്ടുകളൊക്കെ പാടി കാശ് പിരിച്ച് അവർ ആ ഭവനത്തിൽ നിന്ന് കിട്ടുന്നതായ ചില സ്നാക്സൊക്കെ കഴിച്ച് സന്തോഷപൂർവ്വമായി ആഘോഷിക്കുന്നതായ ഒരു സംഭവമാണ് ക്രിസ്മസ് കാരോൾ. ഈ ക്രിസ്മസ് കാരോൾ എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. 1819 ചാൾസ് ഡിക്കൻസ് എന്ന് പറയുന്നതായ ഒരു എഴുത്തുകാരൻ ആദ്യമായി ഒരു പാട്ട് ക്രിസ്മസിന് വേണ്ടി എഴുതപ്പെട്ടു. ആ പാട്ട് അനേക ഭാഷകളിൽ പരിഭാഷപ്പെടുത്തി. അത് ഇന്ന് ലോകവ്യാപകമായി ക്രിസ്മസിന് വേണ്ടി പാടുന്നതായ ഒരു പാട്ടായി തീർന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജിങ്കിൾ ബെൽസ് എന്ന് പറയുന്നതായ ഒരു പാട്ട്. അത് മലയാളത്തിലും അത് ആൾക്കാർ പാടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ പാരഡി ധാരാളമുണ്ട്. ഈ പാട്ട് ക്രിസ്മസിന് വേണ്ടി എഴുതപ്പെട്ടത് 1819 അഥവാ കഴിഞ്ഞ ദശാബ്ദത്തിലാണ് ഈ പാട്ട് എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതുമായി ആ പാട്ടിന് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ക്രിസ്മസിൻ്റെ ഒരു വലിയൊരു ഭാഗം ഇന്ന് ക്രിസ്മസ് ഫാദർ കവർന്നെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ക്രിസ്മസ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളുടെ ഇടയിൽ ക്രിസ്മസ് ഫാദറിനെ അവതരിപ്പിച്ചാൽ അവർക്ക് അത് മതി. എങ്ങനെയാണ് ഈ ക്രിസ്മസ് ഫാദറിൻ്റെ ഉത്ഭവം ക്രിസ്തീയ സഭയിൽ വന്നത്? 280 AD ഇന്നത്തെ തുർക്കിയിൽ നിക്കോളസ് എന്ന് പറയുന്നതായ ഒരു നല്ലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹം സാധുക്കളെ സഹായിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് ആവശ്യത്തിലിരിക്കുന്നവരെ ദാനധർമ്മങ്ങൾ നൽകി സഹായിക്കുന്നതിന് അദ്ദേഹം പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം 280 AD കാലഘട്ടങ്ങളിൽ ജീവിച്ച് അദ്ദേഹം മരിച്ചുപോയി. എന്നാൽ ഏകദേശം 18 നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകത്തിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ 1800 ആദ്യ പാദത്തിൽ നിക്കോളാസിൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ തക്കവണ്ണം അവർ തീരുമാനിച്ചു. ഈ നിക്കോളാസിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി അമേരിക്കക്കാർ ഒരുമിച്ച് കൂടുകയും നിക്കോളാസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ആഘോഷപൂർവ്വമായി നിക്കോളാസിന് ഒരു ജന്മദിനം കൊടുക്കുകയും ചെയ്തു. ആ ദിവസവും യാദൃശ്ചികമായി ഡിസംബർ 25 അവർ ആക്കി എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. 1881 തോമസ് നാസ്റ്റ് എന്ന് പറയുന്നതായ ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് ഈ നിക്കോളാസ് എന്ന് പറയുന്ന നല്ല മനുഷ്യൻ്റെ ഒരു ചിത്രം വരയ്ക്കുകയുണ്ടായി. അപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായ ഈ നിക്കോളാസിൻ്റെ ചിത്രം വരച്ചപ്പോൾ അദ്ദേഹം വളരെ മനോഹരമായി വരച്ചു.
ഒരു വെള്ളത്താടി, തലയിൽ ഒരു ചുവന്ന തൊപ്പി, ഒരു ചുവന്ന കുപ്പായം, അതിൻ്റെ അടിയിൽ ഒരു വെള്ള പാൻസ്, ഒരു ഷൂസ്, ചുമലിൽ ഒരു ഭാണ്ഡം അഥവാ സമ്മാനങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ നിറഞ്ഞതായ ഒരു ഭാണ്ഡക്കെട്ട് ചുമലിൽ തൂക്കിയിട്ടിരിക്കുന്നതായിട്ടാണ് 1881 തോമസ് നാസ്റ്റ് ഈ പടം വരച്ചത്. ഇപ്രകാരം വരച്ചതായ ആ ചിത്രത്തെ പിൽക്കാലത്ത് ക്രിസ്മസ് ഫാദറായി അവതരിപ്പിക്കുകയും ലോകത്തിലുള്ളതായ സകലരും ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഈ ക്രിസ്മസ് ഫാദറെ ഉണ്ടാക്കി വയ്ക്കുകയും അതുപോലെ വസ്ത്രധാരണം ചെയ്യുകയും തെരുവുകളിൽ ആഘോഷം നടത്തുകയും ഇന്ന് നമ്മുടെ കൊച്ചു കേരളക്കരയിലും ക്രിസ്മസ് ഫാദറുകളുടെ നിരകൾ തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും കാണുവാൻ തക്കവണ്ണം സാധിക്കും. പക്ഷേ ക്രിസ്മസ് ഫാദർ എന്നൊരു ആശയം വേദപുസ്തകം നമ്മോട് പറയുന്നില്ല. ക്രിസ്മസിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി ഇന്ന് ക്രിസ്മസ് ട്രീ മാറിയിട്ടുണ്ട്. ഇന്ന് കടകളിലും വീടുകളിലും തെരുവുകളിലും പള്ളികളുടെ മുൻപിലുമൊക്കെ ക്രിസ്മസ് ട്രീ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് ക്രിസ്തീയ ആചാരത്തിൻ്റെ ഭാഗമായി മാറിയത്? നാം ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുന്നതായ സമയത്ത് പ്രാചീന കാലങ്ങളിൽ മനുഷ്യർ പിശാചുക്കളിൽ വിശ്വസിച്ചിരുന്നപ്പോൾ പിശാചിൻ്റെ ആത്മാക്കൾ അവർ വസിക്കുന്നതായ ഭവനങ്ങളിൽ വരാതിരിക്കേണ്ടതിന് ചില പച്ച നിറത്തിലുള്ളതായ ഇലച്ചെടികൾ അവർ അതിൻ്റെ ഇലകൾ പറിച്ച് മാല പോലെ കോർത്ത് അവരുടെ ഭവനങ്ങളിൽ തൂക്കുമായിരുന്നു. അങ്ങനെ തൂക്കുന്നത് രോഗം വരാതിരിക്കാൻ ഉപകരിക്കും എന്ന ഒരു വിശ്വാസം ആ കാലത്ത് ഉണ്ടായിരുന്നു. ഇന്നും നാം ചില വാഹനങ്ങളുടെ മുൻവശത്തും ചില കല്യാണ പന്തലുകളുടെ മുൻപിലൊക്കെ നോക്കുമ്പോൾ ചിലർ വാഴക്കുല കെട്ടിയിട്ടിരിക്കുന്നത് കാണാം, ചിലർ ഓല കൊണ്ട് മെടഞ്ഞതായ ചില ഡെക്കറേഷൻസ് വെച്ചിരിക്കുന്നത് കാണാം, ചില വാഹനങ്ങളിൽ നാരങ്ങയിൽ കുറച്ച് പുല്ല് ചേർത്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പിന്നിലുള്ളതായ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ അഥവാ കുറച്ച് പച്ചിലയോ മര അവശിഷ്ടങ്ങൾ കോർത്തിണക്കി മാല പോലെ ഇട്ടാൽ ദുരാത്മാവ് വരികയില്ല എന്നൊരു വിശ്വാസം അന്ന് പ്രാചീന മനുഷ്യർക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആളുകൾ അവരുടെ വീടുകളുടെ മുൻപിൽ ഇങ്ങനെ മരച്ചില്ലകൾ തൂക്കുവാൻ തക്കവണ്ണം തുടങ്ങി. പിന്നീട് ജർമ്മനിയാണ് ആദ്യമായിട്ട് ഡെക്കറേറ്റ് ചെയ്തതായ വൃക്ഷ ശിഖരങ്ങൾ അകത്തു വെച്ച് ആഘോഷിക്കുവാൻ തക്കവണ്ണം തുടങ്ങിയത്. അന്നുവരെ വീടിൻ്റെ പുറത്തു മാത്രം തൂക്കിയിരുന്നതായ ഈ ചെടികളുടെ ഇലകൾ ആഘോഷപൂർവ്വമായി ജർമ്മനി ആദ്യമായിട്ട് വീടിനകത്ത് വെച്ച് അതിൽ വർണ്ണാഭമായ വിളക്കുകളൊക്കെ തൂക്കി ആഘോഷിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. ഈ ആഘോഷത്തിൻ്റെ പിന്നിലുള്ളതായ വൈകാരികത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതായ ഒരു വൃക്ഷത്തിൻ്റെ ശിഖരം വീട്ടിനകത്തോ പുറത്തോ ഉണ്ട് എങ്കിൽ പിശാചുക്കൾ വരികയില്ല, മാത്രമല്ല രോഗികളായി ആരെങ്കിലും വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് സൗഖ്യം ലഭിക്കും എന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് നാം ലോകത്തിൽ നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൽ, അതുപോലെ ലോഹ ഉൽപ്പന്നങ്ങളിൽ, പേപ്പറിൽ, പുല്ലുകളിൽ, മരശിഖരങ്ങൾ കൊണ്ട്, തടി കൊണ്ട് ഉണ്ടാക്കിയതായ ധാരാളം ക്രിസ്മസ് ട്രീകൾ അലങ്കൃതമായി നമുക്ക് പലയിടത്തും കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ വേദപുസ്തകം ഈ ക്രിസ്മസ് ട്രീയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ക്രിസ്മസിൻ്റെ ഏറ്റവും ആകർഷണീയമായ ഒരു വസ്തുതയാണ് ക്രിസ്മസ് കേക്ക്. എങ്ങനെയാണ് ഈ ക്രിസ്മസ് കേക്ക് ക്രിസ്മസിൻ്റെ ഭാഗമായി തീർന്നത്? ബ്രിട്ടീഷ് ഭരിക്കുന്നതായ രാജ്യങ്ങളിൽ പണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് അവർ ക്രിസ്മസിൻ്റെ തലേന്ന് ഉപവസിക്കുമായിരുന്നു. ഉപവാസം കഴിഞ്ഞതിന് ശേഷം അവർ പ്ലം കൊണ്ടുണ്ടാക്കിയതായ കഞ്ഞി, നാം നമ്മുടെ കേരളത്തിൽ അരി കൊണ്ടുണ്ടാക്കുന്നതായ കഞ്ഞി കുടിക്കുന്നത് പോലെ അന്ന് ആ ദേശത്ത് അവർ പ്ലം കൊണ്ടുണ്ടാക്കിയതായ കഞ്ഞി രാത്രി കുടിക്കുമായിരുന്നു, വയറിന് സുഖം കിട്ടുന്നതിന് വേണ്ടി. എന്നാൽ പിന്നീട് കാലം കഴിയും തോറും അതിനകത്ത് ആ കഞ്ഞിയിൽ ഉണക്കമുന്തിരി ചേർക്കാൻ തുടങ്ങി, നട്ട്സ് ചേർക്കാൻ തുടങ്ങി, മധുരം ചേർക്കാൻ തുടങ്ങി, പിന്നെ അത് കട്ടി രൂപത്തിലാക്കാൻ തുടങ്ങി. പിന്നീട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങളിലൊക്കെയും ഈ മനോഹരമായി അലങ്കരിക്കപ്പെട്ടതായ കേക്കുകൾ വരാൻ തുടങ്ങി. ഇന്ന് നാം മാർക്കറ്റിൽ വാങ്ങുന്നതായ കേക്കുകളിൽ, പ്രത്യേകിച്ച് ക്രിസ്മസിന് ഉപയോഗിക്കുന്നതായ പ്ലം കേക്കിൽ, ഞാൻ ഒരു ബേക്കറി ഉടമയുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ തക്കോണം സാധിച്ചത് പ്ലം
ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നതിനും കുറഞ്ഞത് ഒരു 2 മാസത്തേക്ക് മുൻപും എങ്കിലും റമ്മിൽ കുതിർത്ത് ഇട്ട് ആ പ്ലമ്മിൽ അതിൻ്റെ വീര്യം ആവഹിച്ചതിന് ശേഷമാണ് ആ പ്ലം കേക്കുകളിൽ ഉപയോഗിക്കുന്നത്. ഇത് വേദപുസ്തകം ഉപദേശിക്കുന്നതായ ഒരു ആഘോഷത്തിൻ്റെ മാതൃകയല്ല. കേക്കിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുമില്ല. ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ മറ്റൊരു വസ്തുതയാണ് നക്ഷത്രങ്ങൾ. ഇന്ന് ഏത് മതസ്ഥരുടെ ഭവനങ്ങളിലും അവരുടെ അങ്കണത്തിൽ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. പണ്ട് കാലങ്ങളിൽ നക്ഷത്രത്തിന് 5 ശിഖരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു ശിഖരത്തിന് നീളം കൂട്ടുവാൻ തുടങ്ങി. ഇന്ന് പല ആകൃതിയിലുള്ളതായ നക്ഷത്രങ്ങൾ കാണുവാൻ തക്കോണം സാധിക്കും. ക്രിസ്മസ് ആഘോഷവേളകളിൽ നാം യാത്ര ചെയ്യുന്നതായ സമയത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നാം നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് പല വർണ്ണങ്ങളിലും രൂപങ്ങളിലും ഭാവങ്ങളിലുമുള്ളതായ നക്ഷത്രങ്ങളെ കാണുവാൻ തക്കോണം സാധിക്കും. എങ്ങനെയാണ് നക്ഷത്രം ക്രിസ്മസിൻ്റെ ഭാഗമായത്? കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതായ ആ രാത്രിയിൽ പുറത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നതായ ആട്ടിടയന്മാർ രാത്രി അന്തിയുറങ്ങിയപ്പോൾ ആകാശത്ത് ശോഭിതമായ ചില ദൂതഗണങ്ങളെ കണ്ടുവെന്ന് വേദപുസ്തകം പറയുന്നു. ആ ശോഭയേറിയതായ ദൂതന്മാർ ആട്ടിടയന്മാരെ കർത്താവായ യേശു ക്രിസ്തു കിടന്നിരുന്നതായ സ്ഥലത്തേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് നക്ഷത്രങ്ങളെ ഉണ്ടാക്കി ആഘോഷപൂർവമായി നാം ആഘോഷിക്കുന്നത്. എന്നാൽ ഈ നക്ഷത്രമായിരുന്നില്ല അന്ന് ആട്ടിടയന്മാർക്ക് വഴികാട്ടിയത്. അത് വാസ്തവമായി ദൈവത്തിൻ്റെ മാലാഖമാർ ആയിരുന്നു. ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതായ മറ്റൊരു ആഘോഷ വസ്തുവുണ്ട്. അത് എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കില്ല. എന്നാൽ തലമൂത്ത ഏറ്റവും വിശുദ്ധരായി ജീവിക്കുന്നു എന്ന് കരുതപ്പെടുന്നതായ ചില മുതിർന്ന ആൾക്കാരിൽ കാണുന്നതായ ഒരു പ്രവണതയാണ് മദ്യപാനം. യേശു ക്രിസ്തു ജനിച്ചു എന്ന പേരിൽ മദ്യം വാങ്ങി സുഹൃത്തുക്കളുമായി അത് പാനം ചെയ്യുക, തലയ്ക്ക് സ്ഥിരബോധമില്ലാതെ വെളിവില്ലാതെ പാട്ടുപാടുക, നൃത്തം ചെയ്യുക, സാമൂഹിക വിരുദ്ധരായി അവർ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ ജനനം നാം ആഘോഷിക്കണം. അത് എപ്രകാരമാണ് ആഘോഷിക്കേണ്ടത് എന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. ഒരു പക്ഷേ ഒരു പ്രത്യേക ദിവസമാണ് നാം ആ ആഘോഷത്തെ കൊണ്ടാടേണ്ടിയിരുന്നത് എന്ന് ദൈവത്തിന് നമ്മെ കൊണ്ട് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ ഡേറ്റ് അവിടെ എഴുതി വയ്ക്കുമായിരുന്നു. അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി അത് മനസ്സിലാക്കുവാനുള്ളതായ കൃപ ദൈവം തരുമായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു എന്ന് ജനിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല. വേദപുസ്തകം അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്നാൽ തണുപ്പുള്ളതായ ഒരു രാത്രിയിൽ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷനായ ദൈവത്തിൻ്റെ ദൂതന്മാർ ബെത്ലഹേമിൽ ജനിച്ചതായ നസ്രേത്തുകാരനായ യേശുവിനെ ചെന്നു കാണുവാനുള്ളതായ അവസരം നൽകി. സ്വർഗീയ മാലാഖമാർ അവർ ഹല്ലേലൂയ ഗീതം പാടി. ദൈവത്തിൻ്റെ ഭൂമിയിലുള്ളതായ മനുഷ്യ ജനനം അത് തീർച്ചയായും നാം ആഘോഷിക്കേണ്ടതാണ്. എങ്ങനെയാണ് നാം ആഘോഷിക്കേണ്ടത്? നമുക്ക് ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ജഡമായിരുന്നു. അതിൻ്റെ 14-ാം വാക്യം പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അതെ, യേശു ജനിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ടതായ ഒരു വസ്തുതയും യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ്. പക്ഷേ വേദപുസ്തകം അത് എന്താണ് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ച് യേശു ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടാടുന്നത് അത് നന്മയേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം സമാന്തരമായി ഈ ആഘോഷിക്കപ്പെടുന്നതായ ഡിസംബർ 25 എന്ന് പറയുന്നത് മറ്റു പല മതങ്ങളിലെയും ആഘോഷ ദിവസമാണ്. ആയതുകൊണ്ട് ദൈവമക്കൾ ഒരിക്കലും വേദപുസ്തകം പറയാത്തതായ ഒരു കാര്യം
അതങ്ങനെയാണ് എന്ന് സമർത്ഥിച്ച് ലോകത്തോട് ഇഴ ചേരുവാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഫാദർ അല്ല, മറിച്ച് പാപികളായ നമ്മെ സ്നേഹിച്ചതായ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൻ്റെ ദാനത്തെയാണ് നാം ആഘോഷിക്കേണ്ടത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നതായ കർത്താവായ യേശു ക്രിസ്തുവിനെ നൽകുവാൻ കാണിച്ചതായ വലിയവനായ പിതാവിൻ്റെ ആ സ്നേഹത്തെ നാം ആഘോഷിക്കണം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നാം വീടിൻ്റെ മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്നതായ ഒരു നക്ഷത്രത്തെ അല്ല, മറിച്ച് പാപികൾക്ക് വേണ്ടി ജനിച്ചതായ യേശു ക്രിസ്തുവിനെ ആഘോഷിച്ച ആ സ്വർഗീയ സൈന്യത്തിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ ഒരു മരക്കഷ്ണം കൊണ്ടുവന്ന് അതിൽ ബൾബുകൾ തൂക്കി ആഘോഷിക്കുന്നതിനെ അല്ല ക്രിസ്മസ് എന്ന് പറയുന്നത്, മറിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരക്കുരിശിൽ തൂങ്ങിയതായ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനം അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനിവാര്യമായി തീർന്നു എന്ന് നാം മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുന്നത്. നാം കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടോ നാം മാംസം പങ്കുവയ്ക്കുന്നത് കൊണ്ടോ ആഘോഷം അവിടെ ഒതുങ്ങാൻ പാടില്ല, മറിച്ച് ലോകത്തിൻ്റെ അപ്പമായി തീർന്ന എൻ്റെ വിശപ്പ് അകറ്റുവാൻ തക്കവണ്ണം കാൽവറി ക്രൂശിൽ സ്വന്തം ശരീരത്തെ വിട്ടുകൊടുത്തതായ ആ യേശു ക്രിസ്തുവിനെ ആഘോഷിക്കുന്നതായിരിക്കട്ടെ നമ്മുടെ ക്രിസ്മസ്. അത് നമ്മെ നിത്യരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായി തീരും. ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാം ലേഖനം 10-11 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെയോ ഒരു സംസ്കൃതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വ്യക്തിത്വത്തിൻ്റെയോ ഭാഗമല്ല. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഈ അഖിലാണ്ടത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി വിഭാവനം ചെയ്തതായ ദൈവ പദ്ധതിയുടെ ഒരു വലിയ ഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ്. അത് ഡിസംബർ 25-നല്ല എന്നോർക്കുന്നത് വളരെ നന്നായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ബുദ്ധിമാന്മാർ അവർ കിഴക്ക് നിന്ന് യേശു ക്രിസ്തുവിന് സമ്മാനവുമായി എത്തി എന്ന് വേദപുസ്തകം പറയുന്നു. ഇന്നും യേശു ക്രിസ്തു ഹൃദയങ്ങളിൽ ജനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അവരുടെ സർവസ്വവും വച്ച് നമസ്കരിക്കുന്നതായ ബുദ്ധിമാന്മാർ ഉണ്ടോ എന്ന് സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മെ സൃഷ്ടിച്ചതായ, നമ്മെ മെനഞ്ഞവനായ, നമ്മെ വീണ്ടെടുക്കുവാൻ ഭൂമിയിൽ ജാതനായ, ഇന്നും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന, വേഗം വരാം എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ യേശുവിനെ അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ക്രിസ്മസ്. ആ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ആ യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നതിനു വേണ്ടി വിശാലമായ, ഏവരെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം പര്യാപ്തമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയം ദൈവത്തിൽ വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ, നമ്മുടെ ജീവനെ
കർത്താവായ യേശു ക്രിസ്തു നയിക്കുന്നതിന് വേണ്ടി നാം സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ തീർച്ചയായും ദൈവരാജ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കും. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു വേഗം വരും എന്ന പ്രത്യാശയിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.